ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീ വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്യജീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസരി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും കോടി പ്രണാമം. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതത്തില് 6-ാമത്തെ സ്കന്ധത്തില് 14-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം. ദണ്ഡവത് പ്രണാമം പ്രഭു. ആറാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രസന്നാത്മാ കോടീശ്വരി മഹാമുനെ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രസന്നാത്മാ കോടീശ്വരി മഹാമുനെ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രസന്നാത്മാ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ പ്രശാന്താത്മാ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം എത്രാന്ന് ഒന്നുകൂടെ പറയോ? ശ്ലോക സംഖ്യ 6-ാമത്തെ സ്കന്ധത്തില് 14-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ ശ്ലോകം. ശരി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്താനപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ. ഹരേ കൃഷ്ണ. മാതാജി അതില് ഫസ്റ്റ് ലൈന് മുക്താനാം അപി സിദ്ധാനാം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിച്ചോട്ടെ പ്രഭു. വായിച്ചോളൂ. മുക്താനാം അഭിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരാപി മഹാമുനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രണ്ട് നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ.
മുക്താനാമഭിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടിശ്വപി മഹാമുനി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. മാതാജി നമ്മുടെ ട്യൂണെന്റ് വന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ മാതാജിയുടെ ട്യൂണൊന്ന് വേറെ ആയിരുന്നു. ഇന്നത്തെ ഒന്ന് കറക്റ്റ് ആയിരിക്കുന്ന ട്യൂണ്, പെർഫെക്റ്റ് ആയിരിക്കുന്ന കണ്ടിന്യൂറ്റിയുടെ ഉള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. മുക്താനാമവിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വപി മഹാമുനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്താനാമഭിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വപി മഹാമുനെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്താനാമവിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വപി മഹാമുനി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്താനാം അഭിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വപി മഹാമുനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാള് വേർഡ് വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോളൂ. കലാമാതാജി. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മുക്താനാമഭിസിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വപി മഹാമുനെ. മുക്താൻ ഈ ജീവിതത്തിൽ മുക്തരാകുന്നവരുടെ, അതായത് സമൂഹം, സൗഹൃദം, സ്നേഹം എന്നിവ നൽകുന്ന ശാരീരിക സൗഖ്യങ്ങളോട് പ്രിയമില്ലാത്തവർ, പോലും സിദ്ധാന പരിപൂർണരായവർ. അതായത് എന്തുകൊണ്ടെന്നാൽ ശാരീരിക സുഖങ്ങളുടെ നിസാരത അവർ മനസ്സിൽ. നാരായണനാണ് പരമോന്നത നിശ്ചയം വരുത്തുന്ന വ്യക്തി. സുദുർലഭ വളരെ വിരളമായി കാണപ്പെടുന്നു. പ്രശാന്ത പൂർണമായി ശാന്തമായ. ആത്മ ആരുടെ മനസ്സ്. കോടീഷു കോടികളിൽ. പോലും. മഹാമുനെ അല്ലയോ മഹാമുനി. വിവർത്തനം. ഹരേ കൃഷ്ണ. അല്ലയോ മഹാമുനി, മുക്തി നേടിയവരും മുക്തി ജ്ഞാനത്തിൽ പരിപൂർണത നേടിയവരുമായ അനേക കോടി ആളുകളിൽ ഒരുവൻ നാരായണ ഭഗവാന്റെ അഥവാ കൃഷ്ണ ഭഗവാന്റെ ഒരു ഭക്തനായി തീർന്നേക്കാം. പൂർണ്ണ സമാധാനമുള്ളവരായ അത്തരം ഭക്തർ അത്യന്തം അപൂർവമാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണം പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കണം. അതിലാണ് അന്തസ്സത്ത്. അതായത് ശ്രീല പ്രഭുപാദ് എന്താണ് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശ്ലോകത്തിനെ കുറിച്ച് എന്താണ് മെയിൻ ആയിട്ടുള്ളത്, നമുക്ക് ഈ പർപ്പറ്റൽ നിന്നാണ് കിട്ടുന്നത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഈ ശ്ലോകത്തിന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ താഴെ കൊടുത്തിട്ടുള്ള ഭാവാർത്ഥം നൽകുന്നു. ഒരുവൻ വെറുതെ മുക്തി അഥവാ മോക്ഷം കാക്ഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ മുക്തനാകണം. ഭൗതിക രീതിയിലുള്ള ജീവിതത്തിന്റെ വ്യർത്ഥത മനസ്സിലാക്കുമ്പോൾ
ഒരുവൻ അറിവിൽ പുരോഗതി നേടുന്നു. അതുകൊണ്ട് അവൻ സ്വയം കുടുംബത്തോടും ഭാര്യയോടും സന്താനങ്ങളോടുമുള്ള ആകർഷണം ഉപേക്ഷിച്ച് വാനപ്രസ്ഥ തലത്തിൽ സ്ഥിതനാകും. ഒരുവൻ മുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുക്തനായി കഴിഞ്ഞെന്ന് അതിനർത്ഥമില്ല. വളരെ അപൂർവമായേ ആരെങ്കിലും മോക്ഷം പ്രാപിക്കുകയുള്ളൂ. തീർച്ചയായും ധാരാളം ആളുകൾ മോക്ഷത്തിന് വേണ്ടി സന്യാസം സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ അപരിപൂർണത നിമിത്തം അവർ വീണ്ടും സ്ത്രീകളിലേക്കും ഭൗതിക പ്രവർത്തനങ്ങളിലേക്കും സാമൂഹ്യ ക്ഷേമ ജോലികളിലേക്കും മറ്റും ആകർഷിക്കപ്പെടുന്നു. ഭക്തിയുത സേവനത്തിൽ മുഴുകാത്ത ജ്ഞാനികളും യോഗികളും അപരാധികൾ എന്ന് വിളിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, മായാവാദി കൃഷ്ണേ അപരാധി. എല്ലാം കൃഷ്ണനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാം മായയാണെന്ന് ചിന്തിക്കുന്ന ഒരുവനെ അപരാധി എന്ന് വിളിക്കുന്നു. മായാവാദികൾ, അവ്യക്തഗതവാദികൾ കൃഷ്ണന്റെ പാദകമലങ്ങളിൽ അപരാധം ചെയ്യുന്നവരാണെങ്കിലും അവരിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ചവരെ സിദ്ധരെന്ന് പരിഗണിക്കാവുന്നതാണ്. കുറഞ്ഞ പക്ഷം ആധ്യാത്മിക ജീവിതം എന്താണെന്ന് ബോധ്യമാക്കുകയെങ്കിലും ചെയ്യുന്നതിനാൽ അവരെ ആത്മീയ പരിപൂർണതയുടെ അടുത്തെത്തിയവരായി കണക്കാക്കാവുന്നതാണ്. അത്തരമൊരു വ്യക്തി നാരായണപരായണനായാൽ, നാരായണ ഭഗവാന്റെ ഒരു ഭക്തനായി തീർന്നാൽ അവൻ ജീവൻ മുക്തനേക്കാൾ മുക്തനോ പരിപൂർണനോ ആയവനാക്കാൻ ശ്രേഷ്ഠനാണ്. ഇതിന് ഉന്നത ബുദ്ധി അനിവാര്യമാണ്. ജ്ഞാനികൾ രണ്ടു വിധത്തിലുണ്ട്. ഒരാൾ ഭക്തിയുത സേവനത്തിലും മറ്റേയാൾ അവ്യക്തഗത സാക്ഷാത്കാരത്തിലും തൽപരൻ. അവ്യക്തഗതവാദികൾ പൊതുവെ പ്രകടമായ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതുമൂലം അവർ ധ്യാനമില്ലാത്ത നെല്ല് കുത്തുന്നവരാണെന്ന്, അതായത് സ്ഥൂല തുഷാവ കാഠിന എന്ന് പറയപ്പെടുന്നു. ഭക്തിയുമായി സമ്മിശ്രപ്പെട്ട അറിവുകളുള്ള മറ്റൊരു വിഭാഗം ജ്ഞാനികളുണ്ട്. അവരിലും രണ്ടു തരക്കാരുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ തെറ്റായ രൂപത്തെ ഉപാസിക്കുന്നവരും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ യഥാർത്ഥ ആധ്യാത്മിക രൂപമായ സച്ചിത് ആനന്ദ വിഗ്രഹത്തെ മനസ്സിലാക്കുന്നവരും. വിഷ്ണുവിനെ അല്ലെങ്കിൽ നാരായണനെ ആരാധിക്കുന്ന മായാവാദി ഭക്തന്മാർ വിഷ്ണു ഒരു മായാരൂപം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ആത്യന്തിക സത്യം വാസ്തവത്തിൽ അവ്യക്തഗതമാണെന്നും കരുതുന്നവരാണ്. വിഷ്ണു ഒരു മായാ ശരീരം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഭക്തന്മാർ എന്തു തന്നെയായാലും ഒരിക്കലും കരുതുന്നില്ല. മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള ആത്യന്തിക സത്യം പരമോന്നതനായ വ്യക്തിയാണെന്ന് അവർക്ക് നന്നേ അറിയുകയും ചെയ്യാം. അത്തരമൊരു ഭക്തനാണ് വാസ്തവത്തിൽ യഥാർത്ഥ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അവൻ ഒരിക്കലും ബ്രഹ്മ തേജസ്സിൽ അലിഞ്ഞു ചേരുന്നില്ല. ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ യേ അന്യേ അരവിന്ദ മാനിനസ് ത്വയി അസ്ത ഭാവാത് അവിശുദ്ധ ബുദ്ധയഃ ആരൂഹ്യ കൃച്ഛ്രേണ പരംപദം തതഃ പതന്തി അധോ നാദൃത യുഷ്മത് അംഗ്രായഃ. അല്ലയോ ഭഗവാനെ, മുക്തരാണെന്ന് സ്വയം ചിന്തിക്കുകയും ഭക്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവരുടെ ബുദ്ധി അശുദ്ധമാണ്. അവർ കഠിന വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ച് മോക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന ബിന്ദുവിൽ എത്തിയാൽ പോലും ഭൗതിക അസ്തിത്വത്തിലേക്ക് വീണ്ടും പതിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അവർ അങ്ങയുടെ പാദങ്ങളിൽ ശരണം നേടുന്നില്ല. ഇതേ ആശയത്തിന്റെ തെളിവ് ഭഗവത്ഗീത 9:11 നൽകിയിട്ടുണ്ട്. അവിടെ ഭഗവാൻ പറയുന്നു, അവ ജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എന്റെ അതീന്ദ്രിയ സ്വഭാവം, സർവ്വതത്തിലുമുള്ള അതിനായകത്വവും അവർക്കറിയില്ല. കൃഷ്ണൻ ഒരു മനുഷ്യജീവിയെ പോലെ വർത്തിക്കുമ്പോൾ മൂഢന്മാർ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ രൂപത്തെ അപഹസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പരംഭാവം, അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ രൂപവും കർമ്മങ്ങളും അറിയില്ല. അത്തരം വ്യക്തികളെ കുറിച്ച് ഭഗവത്ഗീത 9:12 താഴെ കൊടുത്തിട്ടുള്ളതുപോലെ കൂടുതൽ വിവരിച്ചിരിക്കുന്നു. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതി മോഹിനീം ശ്രിതാഹ. ഇവിധത്തിൽ വ്യാമോഹിതരായവർ ആസുരങ്ങളും നാസ്തികങ്ങളുമായ കാഴ്ചപ്പാടുകളാൽ ആകൃഷ്ടരാണ്.
ആ വ്യാമോഹ അവസ്ഥയിൽ അവരുടെ മോക്ഷപ്രതീക്ഷയും ഫലകാംക്ഷ കർമ്മങ്ങളും സംസ്കാരവും ജ്ഞാനവും എല്ലാം നിഷ്ഫലമാകും. കൃഷ്ണന്റെ ശരീരം ഭൗതികമല്ലെന്ന് അത്തരം വ്യക്തികൾക്ക് അറിയില്ല. കൃഷ്ണന്റെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു ഭിന്നതയും ഇല്ല. പക്ഷേ അല്പബുദ്ധികളായ ആളുകൾ കൃഷ്ണനെ കേവലം മനുഷ്യജീവിയായി കണ്ട് നിന്ദിക്കുന്നു. കൃഷ്ണനെ പോലൊരു വ്യക്തി എങ്ങനെ എല്ലാത്തിന്റെയും മൂലമാകുമെന്ന് ഗോവിന്ദമാദി പുരുഷം തം അഹം ഭജാമി അവർക്ക് ഊഹിക്കാൻ പോലും ആവില്ല. അങ്ങനെയുള്ള വ്യക്തികളെ മോഹാശ പ്രതീക്ഷകൾ തകർന്നവർ എന്ന് വിളിക്കുന്നു. അവർ ഭാവിയിലേക്ക് എന്തൊക്കെ ആഗ്രഹിച്ചാലും അവയെല്ലാം ഭംഗപ്പെടും. അവർ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതായി കാണപ്പെട്ടാൽ പോലും മോഹാശ എന്ന് തന്നെ വിളിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആത്യന്തികമായ ആഗ്രഹം ബ്രഹ്മ തേജസ്സിൽ ലയിക്കുക എന്നതാണ്. ഭക്തിയുത സേവനത്തിലൂടെ സ്വർഗീയ ലോകത്തേക്ക് ഉയർത്തപ്പെടാൻ അഭിലഷിക്കുന്നവർക്കും മോഹഭംഗം സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുത സേവനത്തിന്റെ ഫലം ഇതല്ല. എങ്കിലും ഭക്തിയുത സേവനത്തിൽ മുഴുകാനും പരിശുദ്ധരാകാനും അവർക്കും ഒരവസരം നൽകപ്പെടും. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനക ഹൃദി അന്തസ്തോഹി അഭദ്രാണി വിദുനോതി സുഹൃത് സദാ. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാഭാവത്തിൽ വസിക്കുന്നവനും സത്യസന്ധനായ ഭക്തന്റെ ഉപകാരിയുമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരിയായി കീർത്തനം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ സ്വയം ധർമ്മമാകുന്ന അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ രുചിക്കുന്ന ഭക്തന്റെ ഹൃദയം ഭൗതിക ആസ്വാദനത്തിലുള്ള അഭിലാഷം നീക്കി ശുദ്ധമാക്കുന്നു. ഒരുവന് അവന്റെ ഹൃദയം ഉള്ളിലെ അഴുക്ക് നീക്കി ശുദ്ധിയാക്കാത്ത ഒരു പരിശുദ്ധ ഭക്തനായി തീരാൻ കഴിയില്ല. ആയതിനാൽ ഈ ശ്ലോകത്തിൽ സുദുർലഭ, അതായത് കാണാൻ വളരെ വിരളം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, ദശലക്ഷക്കണക്കിന് പരിപൂർണ മുക്താത്മാക്കൾക്കിടയിൽ പോലും ഒരു പരിശുദ്ധ ഭക്തനെ കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് കോടീശവി എന്നീ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ശ്രീല മധ്വാചാര്യർ തന്ത്രഭാഗവതത്തിൽ നിന്ന് താഴെ കൊടുത്തിട്ടുള്ള ഉദ്ധരണികൾ നൽകിയിരിക്കുന്നു. നവകോടിസ്തു ദേവാനാം ഋഷയാ നാരായണന സർവേ യേ കേചിത് തത്പരായണഃ. നാരായണ ഭഗവാന്റെ ഭക്തന്മാർ എന്ന് വിളിക്കപ്പെടുന്ന 9 കോടി ദേവന്മാരും 7 കോടി ഋഷിമാരുമുണ്ട്. അവരിൽ വളരെ ചുരുക്കം പേരെ മാത്രമേ നാരായണ പരായണൻ എന്ന് വിളിക്കാറുള്ളൂ. നാരായണായനാം ദേവ ഋഷി ആദ്യാസ്തത്പരായണഃ ബ്രഹ്മാദ്യ കേചനൈവ സ്യു സിദ്ധോ യോഗ്യ സുഖം ലഭൻ. നേരിട്ടുള്ള ഭക്തന്മാർ നാരായണ പരായണന്മാരെന്നും വിവിധ രീതികളിലുള്ള നിഗൂഢ യോഗം അനുഷ്ഠിക്കുന്നവർ സിദ്ധരാണെന്നും വിളിക്കപ്പെടുന്നു. സിദ്ധന്മാരും നാരായണ പരന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. त्वमज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सहगमरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते. सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. मूखं करोति वाचालं पङ्कुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवम् श्री चैतन्य ईश्वरम. हरे कृष्ण. सॉरी.
എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ കോടി കോടി പ്രണാമം. ഇപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തില് 14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്, എന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുക്താനാം അപി സിദ്ധാനാം നാരായണ പരായണ സുദുർലഭ പ്രശന്താത്മ കോടീശ്വരി മഹാമുനി. അല്ലയോ ശ്രേഷ്ഠനായുള്ള സന്യാസി വരിക, മില്യൺ കണക്കിന് ആളുകൾ, അതായത് കോടിക്കണക്കിന് ആളുകള് എന്ത് ചെയ്യുന്നു? അവർക്ക് ലിബറേഷൻ, മോക്ഷം കിട്ടുന്നു. എങ്ങനെയാണ് കിട്ടുന്ന? ഒരു പെർഫെക്റ്റ് അറിവിനാൽ കിട്ടുന്നു. പക്ഷേ അതില് ഒരാള് മാത്രമേ, അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ ഒരാൾ മാത്രമേ നാരായണന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഭക്തനായി തീരുന്നു. അങ്ങനെയുള്ള ഭക്തന്മാര് വളരെ പീസ്, സമാധാന പ്രിയരായിരിക്കും. അവരെ കാണുന്നതും വളരെ റയറായി. അപ്പൊ നമ്മളെല്ലാവരും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കെട്ടുകയാണ് ഇപ്പോ. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും ഭക്തി ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും ഈ കാറ്റഗറിയിൽ വരില്ലേ എന്നൊരു സംശയം നമുക്കുണ്ട്. സംശയിക്കേണ്ട, നമ്മളെല്ലാവരും ഈ കാറ്റഗറിയിൽ വരും. പ്രൊവൈഡഡ് ബൈ എന്തായിരിക്കണം? നമ്മുടെ വിശ്വാസം ദൃഢമായിരിക്കും. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്താണ് ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, മുക്തി മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അത് അപര്യാപ്തമാണ്. ഒരാള് യഥാർത്ഥത്തിൽ മുക്തി നേടണമെങ്കിൽ എന്താണ് ഭൗതിക ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ശ്രേഷ്ഠമായ അറിവോട് കൂടിയിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം വാനപ്രസ്ഥ സ്റ്റേജിലിരിക്കും. അതായത് കുടുംബമുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നെങ്കിൽ അവരുടെ ജീവിത രീതി വാനപ്രസ്ഥമായിരിക്കും. അതിനുശേഷം അവര് സന്യാസ ജീവിതം സ്വീകരിക്കും. അതായത് ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ പതുക്കെ നമ്മള് സന്യാസത്തിലേക്ക് വരണം. സന്യാസ ജീവിതം, അതായത് സന്യാസിയുടെ കർത്തവ്യം എന്താണ്? സദാസമയം അവരുടെ ഇതില് സദാസമയം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സന്യാസിമാർ. ആ ലെവലിലുള്ളവർ. ഈവൻ ഗൃഹസ്ഥ സന്യാസിമാരും ഉണ്ട്. അത് പറയാറുണ്ട്, അത് ഗൃഹസ്ഥ സന്യാസിമാർ. അതായത് തന്റെ കാര്യങ്ങളെല്ലാം നമ്മള് ഒരു ഉദാഹരണത്തിന് നമുക്ക് ഭക്തി വിനോദ് ഠാക്കൂറിനെ എടുക്കാം. അദ്ദേഹം ഒരു ഗൃഹസ്ഥ സന്യാസിയായിരുന്നു. ഈവൻ ദോ കുടുംബമുണ്ടെങ്കിൽ പോലും, അതായത് ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അച്ഛനാണ് ഭക്തി വിനോദ് ഠാക്കൂർ. അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു വൃന്ദാവനമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഇതാണത്. അതായത് എവിടെ ഹരികഥ അല്ലെങ്കിൽ രാധാകൃഷ്ണന്റെ കഥകൾ എവിടെ പോയി നടന്നുകൊണ്ടിരിക്കുന്നുവോ, എവിടെ രാധാകൃഷ്ണന്റെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നുവോ, ആ സ്ഥലമെല്ലാം വൃന്ദാവനമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്ന് വെച്ചോളൂ, നമ്മൾ എപ്പോഴും പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടും വൃന്ദാവനമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വീടിനെ വൃന്ദാവനമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഭൗതികമായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ആഗ്രഹം, എനിക്കൊരു ആഗ്രഹമുണ്ട്, അടുത്ത വീട്ടിലെ ആള് കാറ് വാങ്ങിച്ചിരിക്കുന്നു, എനിക്കും കാറ് വാങ്ങിക്കണം. അടുത്ത വീട്ടിൽ അവർ വലിയ 2 നില വീട് വെച്ചിരുന്നു, ഞാൻ എനിക്ക് 3 നില വീട് വെക്കണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാല് നമുക്കൊരിക്കലും എന്താവാൻ പറ്റില്ല,
നാരായണ പരായണ എന്ന് പറയാൻ പറ്റും. നാരായണ പരായണ, അതായത് ഇവിടെ ഒരുപാട് ആളുകൾ ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജ്ഞാനികൾ ഭജിക്കാറുണ്ട് ഭഗവാനെ. ഈ ജ്ഞാനികൾ രണ്ടു തരമുണ്ടെന്ന് ഇവിടെ ശ്രീല ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഒരു കൂട്ടം ജ്ഞാനികള് ഭഗവാന്റെ മായാശക്തിയെ എന്ത് ചെയ്യുന്നു? പൂജിക്കുന്നു. ഒരു കൂട്ടം ആളുകള് ഭഗവാൻ സ്വയം, ഭഗവാന്റെ അവതാരങ്ങൾ, അതായത് ഭഗവാൻ തന്നെയാണ് പരിപൂർണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം പൂജിക്കുന്നു. വേറെ ഒന്നിനെ, അതായത് മായയെ അവർ ടച്ച് ചെയ്യുന്നതില്ല. അങ്ങനെയുള്ള ജ്ഞാനികള്. അപ്പോ ജ്ഞാനികൾ രണ്ടു തരമുണ്ട്. ഒന്ന് പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ടുള്ളവര്, ഒന്ന് മായാശക്തിയുടെ, അതും ഭഗവാന്റെ ഒരു ശക്തിയാണ്, മായാശക്തി കൂടിയിട്ട് കേട്ടോ. പക്ഷേ ഭഗവാന്റെ പേഴ്സണൽ ആയിട്ടുള്ള രൂപത്തിനോട് ആർക്കാണോ മമത കൂടുന്നത്, ആർക്കാണോ ഭക്തിയുള്ളത്, അവരെ നാരായണ പരായണ എന്ന് പറയാം. നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനി ഭരതർഷഭ. 4 തരത്തിൽപ്പെട്ട ആളുകൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ്? ആദ്യം ആരാണ് വരുന്നത്? ആർത്തോ അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി. ഓക്കെ. ആരാണ് അർത്ഥന്മാര്? നമ്മളിൽ ആരും അർത്ഥന്മാരല്ലാത്തവരാണോ? നമ്മളെല്ലാവരും സുഖത്തിലിരിക്കുന്നവരാണോ? സദാസമയം നമ്മുടെ മനസ്സ് സുഖത്തിലാണ് ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ദുഃഖവും ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പില് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മള്, അതായത് ശ്രേഷ്ഠമായിട്ടുള്ള നിലയിലിരിക്കുന്നവരായിരിക്കണം. നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോ. അതിനെ സാധന ഭക്തർ എന്ന് പറയും. സാധന ചെയ്യുന്ന ഭക്തന്മാര്. നമ്മളെല്ലാവരും സാധന ഭക്തന്മാരാണ്. ഭഗവാന്റെ തിരുനാമം ചൊല്ലിക്കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് പൂർണ്ണന്മാരാവാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ശ്രമത്തിലാണ് നമ്മൾ. പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ട്, പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചുമ്മാ അതല്ലെങ്കിൽ എനിക്കും പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ എനിക്കും പ്രോഗ്രസ് വേണം ഭക്തിയില്, ഞാനും ഭക്തിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ജിംസ്റ്റിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഞാനും ഭക്തിയിൽ മുന്നോട്ട് പോകും, കാലം എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും, എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എൻഡിവർ ഇല്ല എങ്കിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങളുടെ ഒരു കുറച്ച് എൻഡിവർ, പ്രയത്നം ഉണ്ടാവണം. പ്രയത്നമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു ജ്ഞാനികളെയും യോഗികളെയും കർമ്മികളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മായാവാദി കൃഷ്ണ അപരാധി. മായാവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിൽ അപരാധം ചെയ്യുന്നവരാണ്. അതായത് എല്ലാം മായയാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവന്മാരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ അപരാധി എന്നാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ സ്വയം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ജ്ഞാനികൾ 2 തരമുണ്ടെന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള ജ്ഞാനികള്, ഒരാളെന്താണ്? അവര് പൂർണ്ണമായിട്ടും ഭഗവത് ഭക്തിയാണ് എല്ലാത്തിനും, എന്താണ്, എല്ലാത്തിൻ്റെയും മൂലം. അതായത് പൂർണ്ണ ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന ജ്ഞാനികള്.
ഒരു കൂട്ടരുണ്ട്, അവര് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയാണ് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ. അപ്പൊ ഇതിൽ ഈസി ആയിട്ട്, അതായത് ഭഗവാനെ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ ഭക്തിയാണ് എല്ലാത്തിലും ശ്രേഷ്ഠം, അതിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് കരുതുന്ന ജ്ഞാനികള് അവരെന്ത് ചെയ്യുന്നു? അവരാണ്, അതായത് അവർക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ ഇൻക്യൂസിറ്റീവ്നെസ്, ജിജ്ഞാസ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മറ്റ് ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രങ്ങൾ വായിച്ച് അതിൽ നിന്നും ജ്ഞാനമെടുത്ത് ഭഗവത് ഭക്തിയിൽ ഏർപ്പെടുന്നു. നേരെ മറിച്ച് മറ്റേ ജ്ഞാനികള് അവരെന്ത് ചെയ്യുന്നു? അവര് പരമാത്മാവിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, യോഗികള് പരമാത്മാവിനെ ഹൃദയത്തിൽ കണ്ട് ആ പരമാത്മാവിൽ ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്നവർ. ജ്ഞാനികൾ രണ്ട് വീണ്ടും പറയുന്നു. ജ്ഞാനികൾ ഒന്ന് നമ്മൾ പറയുന്നത് ബ്രഹ്മജ്യോതിയെ, ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വരുന്ന ആ ജ്യോതിയെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടര്. അപ്പൊ ഈ ജ്ഞാനികളാകട്ടെ, യോഗികളാകട്ടെ, അല്ലെങ്കിൽ കർമ്മികളാകട്ടെ, ഇവർക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ജ്ഞാനമില്ല എങ്കിൽ അവരേനെ കൃഷ്ണ അപരാധികൾ എന്ന് പറയും. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അപരാധം ചെയ്യുന്നവരാണ് അവര്. കാരണം അവര് മായയെയാണ് ആരാധിക്കുന്നത്. ശ്രീല പ്രഭുപാദ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴാണ് ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ ചെന്നിറങ്ങുന്നത്? ഏത് വർഷത്തിലാണ് പ്രഭുപാദ് അമേരിക്കയിലേക്ക് പോകുന്നത്? 1965 66 ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ ചെന്നിറങ്ങുന്നുണ്ട്. അദ്ദേഹം ചെന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ 5 പൈസയില്ല, 40 രൂപ മാത്രം, ഇന്ത്യൻ മണി 40 രൂപ. കയ്യിലൊരു ട്രങ്ക് പെട്ടി, അതിൽ ശ്രീമദ് ഭാഗവതം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭാഗവതത്തിന്റെ ആദ്യ കോപ്പികൾ. ഇത് മാത്രമായിട്ടാണ് ശ്രീല പ്രഭുപാദ് അമേരിക്ക എന്ന് പറഞ്ഞ മഹാനഗരത്തില് ചെന്നിറങ്ങുന്നത്. അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ടൈപ്പ് റെക്കോർഡർ ആരോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഒരു ടൈപ്പ് റെക്കോർഡർ, ഒരു ടൈപ്പ് റൈറ്റർ. ഇതും വെച്ചുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് തന്റെ പ്രാരംഭ ദിനങ്ങളില്, അതായത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ പ്രാരംഭ ദിവസങ്ങളില് അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നത്. വോയിസ് റെക്കോർഡ് ചെയ്യും, അതായത് അദ്ദേഹം സംസാരിച്ചത് റെക്കോർഡ് ചെയ്യും, ടൈപ്പ് ചെയ്യും, ട്രാൻസ്ലേഷൻ, ശ്രീമദ് ഭാഗവതം ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്നു ശ്രീല പ്രഭുപാദ്. അതേമാതിരി മറ്റു പുസ്തകങ്ങളുമല്ല. അപ്പോ ശ്രീല പ്രഭുപാദിന്റെ പൊസഷൻ, അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് മാത്രമാണ്. പക്ഷെ ഭഗവാനില് അദ്ദേഹത്തിന് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്നു. അത് നമുക്ക് അദ്ദേഹം ജലദൂത എന്ന് പറയുന്ന കപ്പലില്, ചരക്ക് കപ്പലില് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 ഹാർട്ട് അറ്റാക്ക് വന്നു. ഈ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കീർത്തനം എഴുതി. ആ കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൃഷ്ണ, നീ എന്നെ ഈ ഏറ്റവും മ്ലേച്ഛരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ എന്നെ നൃത്തം ചെയ്യിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഭഗവാനെ നീ നൃത്തം ചെയ്യിപ്പിച്ചോളൂ, ഞാൻ ആടാൻ തയ്യാറാണ്. അതായത് ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭഗവാന്റെ ഇച്ഛാനുസരണം ഞാൻ അത് ചെയ്യാൻ തയ്യാറാണെന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണതപ പുണ്യഹബായ്, നിങ്ങൾ ആ കീർത്തനത്തിന്റെ പുസ്തകത്തിൽ നോക്കണം. ഈ
ഇത് കാണാൻ സാധിക്കും. കൃഷ്ണ തപ പുണ്യദേവ, നല്ലൊരു കീർത്തനമാണത്. അതിൽ വീണ്ടും പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 2-3 ശ്ലോകങ്ങള് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഇതില് ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹ്യ ഭദ്രാണി വിദുനോധീഷു ഹൃത്തതാം. അപ്പൊ ഇത്, അതായത് ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, നമ്മൾ എന്താണ് കേൾക്കേണ്ടത്, എന്ത് കേട്ടുകൊണ്ടാണ് നമ്മൾ മായാവാദിയിൽ നിന്നും ഉത്തമ ഭക്തനായി തീരുന്നത്? അത് ഭഗവാനെ കുറിച്ച് കേൾക്കണം. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ, കൃഷ്ണന്റെ കഥകൾ നമ്മൾ കേൾക്കണം. കൃഷ്ണന്റെ കഥകൾ അത് കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ 10ാമത്തെ സ്കന്ധത്തിൽ പോയിട്ട് രാസലീല അത് കേൾക്കുക എന്നല്ല അർത്ഥം. ഭഗവാന്റെ, അതായത് ആ ഓരോ സ്കന്ധങ്ങൾ, നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ 25ാമത്തെ നിലയിൽ ചെല്ലണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 25ാമത്തെ നിലയിൽ എത്താൻ പറ്റില്ല. അത് 1ാമത്തെ നിലയിലൂടെ ലിഫ്റ്റ് പോകുന്നു, 2ാമത്തെ നിലയിലൂടെ ലിഫ്റ്റ് പോകുന്നു, 3ാമത്തെ നിലയിലൂടെ ലിഫ്റ്റ് പോകുന്നു. അങ്ങനെ 24 നിലയിലൂടെയും ആ ലിഫ്റ്റ് പോണതിന് ശേഷം മാത്രമേ നമുക്ക് 25ാമത്തെ നിലയിൽ എത്താൻ പറ്റുള്ളൂ. അതേമാതിരി ഉത്തമ ഭക്തന്മാരായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശ്രീമദ് ഭാഗവതം 1ാമത്തെ സ്കന്ധം, 2ാമത്തെ സ്കന്ധം, 3ാമത്തെ സ്കന്ധം, 4ാമത്തെ സ്കന്ധം അങ്ങനെ പോയി 10ാമത്തെ സ്കന്ധത്തില് പോയിട്ട് ആ 10ാമത്തെ സ്കന്ധം വായിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനിലുള്ള വിശ്വാസം വീണ്ടും വീണ്ടും വർദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 10ാമത്തെ സ്കന്ധം വായിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ഭഗവാൻ 16,108 ഭാര്യമാര് ഉണ്ട് ഭഗവാൻ, ഇതെന്ത് ഭഗവാനാണ്? ഭഗവാൻ രാസലീല, ഭഗവാൻ രാത്രി എല്ലാ സ്ത്രീകളും വിളിച്ച് രാസലീല നടത്തുന്നു. അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാരംഭ സ്കന്ധങ്ങളിലൂടെ വന്ന് ഈ 10ാമത്തെ സ്കന്ധം മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവും. അതായത് പ്രാരംഭ ആ സ്കന്ധങ്ങളിലൂടെ വന്നു കഴിഞ്ഞാല് നമ്മള് അത് സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതായത് 10ാമത്തെ സ്കന്ധം മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ വരും. പ്രാരംഭ സ്കന്ധങ്ങളിലൂടെ പോവുകയാണെങ്കിൽ. അല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് 10ാമത്തെ സ്കന്ധമാണ് വായിക്കുന്നത്, എനിക്ക് രാസലീലയെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് കൃഷ്ണൻ രാസലീല നടത്തിയത്, ഇത് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് 10ാമത്തെ സ്കന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാനെ മനസ്സിലാക്കാനേ സാധ്യമാവില്ല. നിങ്ങള് ഭഗവാനെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കും. അങ്ങനെ ഭക്തിയില് താഴെ വീണു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, മന്മന ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേ വൈശക് സത്യം തേ പ്രതീജാനെ പ്രിയോസിനെ. ഭഗവാൻ പറയുന്നുണ്ട്, മന്മന ഭവമദ്ഭക്തോ, എന്റെ ഭക്തന്മാരൻ എന്നെ അവരുടെ മനസ്സിൽ സദാസമയം ചേർത്ത് വെക്കുന്നു. മന്മന ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു, എന്റെ മൂർത്തിയെ കണ്ടു കഴിഞ്ഞാല് സാഷ്ടാംഗം നമസ്കരിച്ച്, മന്മന ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമൈ വൈശസി സത്യന്തേ പ്രതീജാനെ പ്രിയോസിനെ. ഞാനാണ് എല്ലാം എന്ന് കരുതുന്നവർക്ക്, അതായത് എന്ന് കരുതുന്നവര് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവര് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള ആളുകള്, അതായത് ഭഗവാനോട് പ്രതിജാനെ പ്രിയോസിമേ എന്ന് പറയുന്ന ആളുകള് വളരെ വിരളമാണ്. നമ്മളെല്ലാവരും കുറച്ച് എന്താണ് ആക്ടിങ് ചെയ്യുകയാണ്. ഞാനും നല്ല ഭക്തനാണ്, ഞാനും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനാണ് എന്ന് കുറച്ച് ആക്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഈ പ്രോസസ്സ്, ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്ന ഈ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും പെർഫെക്റ്റ് ആയി തീരാൻ
മഹാത്മാവായി തീരാൻ സാധിക്കും. പക്ഷേ അത് സാധാരണ ഒരു ഒരു ടാസ്ക് അല്ല. നമുക്ക് എല്ലാവർക്കും സാധിക്കും. നിങ്ങൾ എവിടെയാണോ താനേ സ്ഥിത എന്ന് പറയും അതിന്. അതായത് നിങ്ങളൊരു അച്ഛനാണ്, നിങ്ങളൊരു അമ്മയാണ്, നിങ്ങൾക്ക് കർത്തവ്യങ്ങളുണ്ട്. ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു മഹാത്മാവായി തീരാൻ സാധിക്കും. ഭക്തി വിനോദ് ഠാക്കൂർ നല്ല ഒരു അച്ഛനായിരുന്നു, നല്ല ഒരു ന്യായാധിപനായിരുന്നു, നല്ല ഒരു സോഷ്യൽ റിഫോർമർ ആയിരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിട്ടാണ് ഭക്തി വിനോദ് ഠാക്കൂർ ഒരു ശ്രേഷ്ഠനായിട്ട് ഒരു മഹാത്മാവായി അത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അത്രയധികം ബഹുമാനിച്ചിരുന്നു. കാരണം ഭക്തി വിനോദ് ഠാക്കൂർ ഒരു ന്യായാധിപനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോർട്ടില് ഒരു കേസും പെൻഡിങ് ആയിരുന്നില്ല. എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്യുമായിരുന്നു ഭക്തി വിനോദ് ഠാക്കൂർ. അതേമാതിരി ഭക്തിയില് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. ഒരു അച്ഛൻ എന്ന നിലയില് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് കൃഷ്ണാവബോധം കൊടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തി വിനോദ് ഠാക്കൂറാണ്. നിങ്ങളെല്ലാവരും ഇന്നലെ ഫാസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ സ്പെഷ്യൽ ദിവസമായിരുന്നു നമുക്ക് എല്ലാവർക്കും, അല്ലേ? ഹരേ കൃഷ്ണ. ഭക്തി സിദ്ധാന്ത സരസ്വതി അപ്പിയറൻസ് ഡേ. യെസ്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അപ്പിയറൻസ് ഡേ ആയിരുന്നു. ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അതായത് സിംഹഗുരു എന്ന് പറയും അദ്ദേഹത്തിന്. ഹിസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്, ഇസ്കോണിന്റെ ഫൗണ്ടർ ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദിന്റെ ഗുരുവാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ ഭക്തി പ്രാക്ടീസ് ചെയ്തു. അതിന് പ്രചോദനമായത് ഭക്തി വിനോദ് ഠാക്കൂറാണ്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാന സസ്യാത് ജനനീന സസ്യാത് ദൈവം ന തസ്യാൻ നപതിഷ്ഠ സസ്യാൻ നമോചയേദ്യ സമുപേത മൃത്യു. അതായത് ഒരാൾക്ക് നമ്മളെ മൃത്യുവിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവര് ഗുരുവല്ല, അവര് നമ്മുടെ ബന്ധുജനങ്ങളല്ല, അവര് നമ്മുടെ ഭർത്താവല്ല, അവര് നമ്മുടെ അമ്മയല്ല, അവര് നമ്മുടെ അച്ഛനല്ല. അതിന്റെ അർത്ഥം എന്താണ്? ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് നമ്മളെ ഒരാളെ കൊണ്ട്, അതായത് നമ്മുടെ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ അവര് നമ്മുടെ അച്ഛനല്ല, നമ്മുടെ അമ്മയല്ല, നമ്മുടെ ഗുരുവല്ല, നമ്മുടെ ബന്ധുജനങ്ങളുമല്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഗുരുർന സസ്യാത്, ഗുരുവല്ല. തന്റെ ശിഷ്യനെ ഈ മരണത്തിൽ നിന്നും സംരക്ഷിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ, മരണത്തിൽ നിന്നും സംരക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നത് എപ്പോഴാണ്? ഈ ഭൗതിക ലോകത്തിൽ വന്ന് പിറക്കുമ്പോൾ മാത്രമേ നമുക്ക് മരണമുള്ളൂ. ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയണത് ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണ്. ആത്മീയ ലോകത്തില് ഈ ജന്മമൃത്യു ജരാവ്യാധി ഇല്ല. അപ്പോ നമ്മളെന്നെ ആത്മീയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് ആത്മീയ തലത്തിലേക്ക് ഉയർത്താൻ നമ്മുടെ അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ ഗുരുവിനെ കൊണ്ടോ സ്വജനങ്ങളെ കൊണ്ടോ നമ്മുടെ ഭാര്യയെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ സാധിച്ചില്ല എങ്കിൽ അവര് നമ്മുടെ യഥാർത്ഥ അതായത് അവര് എന്താ പറയണത്? ഗുരുവല്ല, ഭാര്യയല്ല, ഭർത്താവല്ല എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ടാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫാമിലിയിൽ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ്, ഇപ്പൊ നമ്മുടെ വീടുകളിൽ
ഇവിടെ മാതാജീസ് ഉണ്ട്, പ്രഭുജീസ് ഉണ്ട്. മാതാജീസ് ഒക്കെ വീട്ടിൽ എല്ലാവരും ഭക്തി ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ട്, അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കും, അതൊന്നും കാര്യമില്ല. മനസ്സിൽ ഞാൻ ഭഗവാൻ അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി മാതാജീസിനെല്ലാം സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇത് മാത്രമേ, ഞങ്ങൾ സസ്യബുക്കുകളല്ല, ഞങ്ങൾ മാംസബുക്കുകളാണ്, ഞങ്ങൾക്ക് ഇത് വേണം, നിങ്ങൾ ഭക്തി ചെയ്യണേ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയേ മതിയാവൂ. നിങ്ങളൊരു അമ്മയാണ്, ഒരു ഭാര്യയാകുമ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ശരണത്തിൽ വരെ, അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കണം. തീവ്രമായിട്ടുള്ള പ്രാർത്ഥന, തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായിട്ടുള്ള ഭക്തി ചെയ്യണം, തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ, ഇവരുടെ അവബോധത്തില് മാറ്റമുണ്ടാക്കി തരണേ, ഇവരുടെ അവബോധത്തില് മാറ്റമുണ്ടാക്കി തരണേ. അതെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? നിങ്ങള് പ്രസാദം അവർക്ക് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ പ്രസാദം, നിങ്ങളുടെ വീട്ടില് നോൺ വെജ് വെക്കുന്നുണ്ട്, ചിലവരുടെ വീട്ടിലൊക്കെ നോൺ വെജ് വെച്ചുകൊണ്ടിരിക്കാം, അതെല്ലാം പ്രശ്നമില്ല. പക്ഷേ ഹരേ കൃഷ്ണ. അപ്പോ എന്ത് ചെയ്യണം? നിങ്ങള് അവർക്ക് പ്രസാദം കൊടുക്കണം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപചായത്തെ. അതായത് പ്രസാദം എല്ലാത്തിനും എന്തുണ്ടായിരിക്കും? മാറ്റങ്ങൾ കൊണ്ടുവന്നു തരും. ഇവർ പ്രസാദം കഴിക്കുന്നതിന്റെ ഫലമായിട്ട്, നിങ്ങളുടെ തീവ്ര പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവരും ഭക്തന്മാരായിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ഭാര്യ എന്ന് പറയാൻ പറ്റൂ, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ഭർത്താവ് എന്ന് പറയാൻ പറ്റൂ. സോറി, ഞാൻ കടുത്തായിട്ട് പറയാണ്, ഇത് ശാസ്ത്രത്തിലുള്ളതാണ്, എന്റെ വേർഷനെ അല്ല കേട്ടോ. ആരും എന്നെ കുറ്റം പറയരുത്, ശാസ്ത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്തവ്യം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരിക, അവരെ നാരായണ പരായണനാക്കുക, നാരായണ പരായണന്മാരാക്കുക. അതായത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അതിനു വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ശ്രീല പ്രഭുപാദ് സ്ഥാപിച്ചത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, അതായത് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമതി മഹാത്മാ സുദുർലഭ. ഈ സുദുർലഭന്മാരായിട്ടുള്ള മഹാത്മാക്കളിൽ ഒരാളായി തീരാൻ വേണ്ടിയിട്ട് നമ്മള് സാധനാ ഭക്തന്മാര് ശ്രമിക്കണം തീവ്രമായിട്ട്. അങ്ങനെ തീവ്രമായിട്ട് ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മള് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നനായി തീരും. തീർച്ചയായിട്ടും നമ്മളെ ഒരുപക്ഷെ അവർ വിളിക്കും ഭ്രാന്തന്മാരെന്ന്. നിങ്ങൾക്ക് കൃഷ്ണനോടുള്ള ഭ്രാന്താണെന്ന് പറയും, കുഴപ്പമില്ല. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഭഗവാന് വേണ്ടിയും ഭഗവാന്റെ ഭ്രാന്തന്മാരാണ് നമ്മൾ. എങ്ങനെയാണോ ജഡഭരതൻ പൂർണ്ണമായി, അതായത് അത്രയും അറിവുണ്ടായിട്ട് പോലും ഒരു ജഡം മാതിരി ആക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മളും അങ്ങനെ ഭക്തി ചെയ്ത് ഈ സുദുർലഭമായിട്ടുള്ള ഭഗവാന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ കാറ്റഗറിയിലേക്ക്, ഭക്തന്മാരുടെ ഇടയിലേക്ക് നമുക്കും വരാൻ സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, മറ്റ് ഭക്തന്മാരുടെ അനുഗ്രഹം എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ശ്രീല പ്രഭുപാദന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറച്ച് ഹാർഷായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. പ്രഭു നേരത്തെ പറഞ്ഞ പ്രഭു ഫാദറിന്റെ അമേരിക്കയിലേക്ക് പ്രഭു ഫാദർ പോയത് 1966 പറഞ്ഞു. പക്ഷെ 1965 പ്രഭു ഫാദർ
ദൂത എന്ന ചരക്ക് കപ്പലിലാണ് അമേരിക്കയിലേക്ക് പോയത്. 1966 ഇസ്കോണിന്റെ ഫോർമേഷൻ. അത് അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് പ്രഭു. 65 പോയത്, 66 ഇസ്കോൺ സ്റ്റാർട്ട് ചെയ്തു പ്രഭു. കറക്റ്റാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു സംസാരിച്ചപ്പോ പറഞ്ഞു ഇത് എന്റെ അഭിപ്രായമല്ല, ഇത് എടുത്ത് പറയുകയുണ്ടായി. അപ്പോ പ്രഭുവിന്റെ അഭിപ്രായം വേറെ ഉണ്ടോ? എന്റെ അഭിപ്രായം വേറെ ഒന്നുമില്ല. ഇതിൽ ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല ഭക്തി ചെയ്യുക. നല്ല ഭക്തി ചെയ്തിട്ട് ഭഗവാന്റെ ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരിൽ ഒരാളായി തീരുക. അതാണ് നമ്മുടെ അഭിപ്രായം. അതായത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് പ്രഭുവിന്റെ അഭിപ്രായം. ഇത് തന്നെയാണ് അല്ലയോ? തീർച്ചയായിട്ടും. കുറൂരമ്മ എന്താ പറഞ്ഞു? പ്രഭു സ്കന്ധം 5 ഒരു ശ്ലോകം പ്രഭു പറഞ്ഞല്ലോ. സ്കന്ധം 5 അധ്യായം 5 15-ാമത്തെ ശ്ലോകമാണോ? 18 5:5-18. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും പ്രഭുവിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ക്ലാസ് എനിക്ക് ഒന്നും കൂടി ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ഗ്രൂപ്പിൽ ഇത് ഇടുമല്ലോ, യൂട്യൂബിൽ ഇട്ടേക്കുമല്ലോ അല്ലേ പ്രഭു? ഇന്ന് തന്നെ ഇടും. ഹരേ കൃഷ്ണ. ഒന്ന് മനസ്സിരുത്തി ഒന്നുകൂടി കേൾക്കണം പ്രഭു. 1-2 പ്രാവശ്യം കേൾക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.